നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരായവർക്ക് എന്താകും ശിക്ഷാവിധി എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ദിലീപിനെ വിട്ടയക്കാനുള്ള കാരണവുമൊക്കെ ഇന്ന് നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും പൊതുസമൂഹം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് എന്തുകൊണ്ട് ദിലീപിനെ വിട്ടയച്ചു എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ നമുക്കൊരു 11:11 കൂടി തന്നെ അറിയാൻ സാധിക്കും. ഒപ്പം തന്നെ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആര് ഭരിക്കുമെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ഒക്കെ എല്ലായിടത്തെയും പോളിംഗ് പൂർത്തിയായതിനു ശേഷം അതിനുള്ള ഒരു കണക്കുകൂട്ടലുകളിലാണ്. ഇതിൻ്റെ എല്ലാം വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. ആദ്യം നമുക്ക് പ്രധാന തലക്കെട്ടുകൾ നോക്കാം. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷാവിധി ഇന്ന്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ശിക്ഷ വിധിക്കുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. 1-ാം പ്രതി പൾസർ സുനി അടക്കമുള്ള പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. 7.5 വർഷം ശിക്ഷ അനുഭവിച്ചതിനാൽ ഇളവ് ആവശ്യപ്പെടാൻ പ്രതിഭാഗം. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം നാളെ അറിയാം. വോട്ടെണ്ണൽ രാവിലെ 8 മുതൽ. ഫലസൂചനകൾ ആദ്യ അരമണിക്കൂറിനകം. വിജയപ്രതീക്ഷയുമായി മുന്നണികൾ. തത്സമയ വിവരങ്ങളുമായി അമൃത ന്യൂസ് രാവിലെ 7 മണി മുതൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കൊല്ലം വിജിലൻസ് കോടതി. ശബരിമലയിൽ ഭക്തർ വലിയ അളവിൽ അരവണ വാങ്ങുന്നത് നിയന്ത്രിക്കാൻ ആലോചന. നടപടി അരവണക്ഷാമം ഒഴിവാക്കാൻ. മുനമ്പം വഖഫ് ഭൂമിയല്ലെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരായ ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ. ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് വഖഫ് സംരക്ഷണ വേദി. സർക്കാർ നൽകിയ തടസ്സ ഹർജിയും കോടതിയിൽ. രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തലസ്ഥാനത്ത് തുടക്കം. വൈകിട്ട് നിശാഗന്ധിയിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. 82 രാജ്യങ്ങളിൽ നിന്നുള്ള 206 ചിത്രങ്ങൾ മേളയിൽ. ആൻമേരി ജാസിർ സംവിധാനം ചെയ്ത പലസ്തീൻ 36 ഉദ്ഘാടന ചിത്രം. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷാവിധി ഇന്ന്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ശിക്ഷ വിധിക്കും. 1-ാം പ്രതി പൾസർ സുനി അടക്കമുള്ള പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. 7.5 വർഷം ശിക്ഷ അനുഭവിച്ചതിനാൽ ഇളവ് വേണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെടും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും AT അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, കേരളം ഉറ്റുനോക്കുന്ന ഒരു കേസാണ്. അതിൻ്റെ വിധി ഇന്ന് വരാനിരിക്കുന്നതേ ഉള്ളൂ. നമുക്കറിയാം ഇന്നത്തെ ഒരു നടപടിക്രമം അനുസരിച്ചാണെങ്കിൽ 11 മണിയോടുകൂടി തന്നെ ഈ ജയിലിലേക്ക് പോയ 6 പ്രതികളെയും കൊണ്ടുവരും. കോടതിയിലെ ഒരു നടപടിക്രമം എങ്ങനെയായിരിക്കും തുടക്കത്തിൽ? അമ്പിളി, ഇന്ന് 6 പ്രതികളും ഈ ശിക്ഷാവിധി കേൾക്കുന്നതിന് വേണ്ടി 11 മണിയോടുകൂടി കോടതിയിൽ ഹാജരാകുന്നതായിരിക്കും. അതിനുശേഷം ആദ്യമുണ്ടാവുക ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ആ വിധിയിന്മേലുള്ള വാദമായിരിക്കും. അതായത് പ്രോസിക്യൂഷൻ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണം എന്ന് ആവശ്യപ്പെടും. ജീവപര്യന്തമാണ് പ്രധാനമായും പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത്. ജീവപര്യന്ത ശിക്ഷ തന്നെ നൽകണം എന്നതായിരിക്കും പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. ആ സമയത്ത് പ്രതികളുടെ അഭിഭാഷകർ അതിൽ ഇളവ് ആവശ്യപ്പെടുന്നതായിരിക്കും. 7.5 വർഷത്തോളം അവർ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. പൾസർ സുനിയൊക്കെ 7.5 വർഷത്തിന് ശേഷമാണ് പുറത്തിറങ്ങിയത്. അതുകൊണ്ട് തന്നെ അത് കണക്ക് കൂട്ടിക്കൊണ്ട് ആ ശിക്ഷയിൽ ഇളവ് നൽകണമെന്നായിരിക്കും പ്രതിഭാഗത്തിൻ്റെ ആവശ്യം. അതുപോലെ തന്നെ ഓരോ സെഷനും ഇവർക്ക് മേൽ ചുമത്തിയിട്ടില്ല ഓരോ വകുപ്പുകളിലും എന്തുകൊണ്ടാണ് പരമാവധി ശിക്ഷ നൽകേണ്ടി വരിക, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിൽ ഇളവ് നൽകേണ്ടത്, ഇത്തരത്തിലുള്ള ഒരു വാദങ്ങളായിരിക്കും ഇന്ന് കോടതിയിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും ശിക്ഷാവിധി പ്രഖ്യാപിക്കുക. അതൊരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അത് സാധാരണഗതിയിലൊക്കെ വലിയ കേസുകളിലൊക്കെ അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ സമയത്തേക്കൊക്കെ ഈ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം തന്നെ ശിക്ഷാവിധി പറയുന്നതായിരിക്കും. എന്തായാലും ഇത്തരത്തിലായിരിക്കും ഇന്നത്തെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുക. രാവിലെ 11 മണിയോടുകൂടി ഈ കൃത്യത്തിൽ പങ്കെടുത്തിട്ടുള്ള 6 പ്രതികളും കോടതിയിൽ ഹാജരാകുമെന്നാണ് മനസ്സിലാക്കുന്നത്.
മനസ്സിലാക്കുന്നത് അവർ നേരിട്ട് ഈ ശിക്ഷാവിധി കേൾക്കുന്നതായിരിക്കും. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി കോടതിയെ ബോധിപ്പിക്കാനുള്ള ഒരു അവസരം അവർക്കുണ്ട്. അതിൽ കുടുംബ പ്രാരാബ്ദങ്ങളടക്കം പല പ്രതികളും പറയാറുണ്ട്. താൻ മാത്രമാണ് കുടുംബത്തിൻ്റെ അത്താണി, അതുകൊണ്ട് ശിക്ഷയിൽ ഇളവ് നൽകണം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സാധാരണ കേസുകളിൽ പറയാറുണ്ട്. അത് തന്നെയായിരിക്കും ഈ വിഷയത്തിലും ഉണ്ടാവുക. എന്തായാലും വലിയ ഗുരുതരമായ വകുപ്പുകളാണ് പ്രതികൾക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. ഈ 6 പേരും ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തു എന്നതാണ് പ്രോസിക്യൂഷൻ്റെ കണ്ടെത്തൽ. അത് കോടതി കഴിഞ്ഞ ദിവസം ആദ്യ വിധിയിൽ കോടതി അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രോസിക്യൂഷൻ്റെ കണ്ടെത്തലുകൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ശിക്ഷയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഇതിലുണ്ട്. ഇതിൽ 1-ാം പ്രതിയായിട്ടുള്ള പൾസർ സുനിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി. പൾസർ സുനിയുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ദിലീപിലേക്ക്, ഇപ്പോൾ വിട്ടയച്ചിട്ടുള്ള നടൻ ദിലീപിലേക്കൊക്കെ ഈ കേസ് വരുന്നതും മറ്റും. എന്തായാലും പൾസർ സുനിയാണ് ഇതിലെ 1-ാം പ്രതി. പൾസർ സുനിക്ക് എതിരെ ഗൂഢാലോചനയും ബലാത്സംഗം, തടഞ്ഞുവെക്കൽ, തെളിവ് നശിപ്പിക്കൽ, ഒപ്പം തന്നെ IT ആക്ടിലെ, അതായത് നടിയുടെ ദൃശ്യങ്ങൾ പകർത്തുക, അത് പ്രചരിപ്പിക്കുക തുടങ്ങിയ IT ആക്ടിലെ വകുപ്പുകളടക്കം ചുമത്തിയിട്ടുണ്ട്. ഈ പ്രതികൾക്കെതിരെയെല്ലാം ഈ IT ആക്ടിലെ വകുപ്പുകൾ കൂടി ഉൾപ്പെടുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ ഒരു കൊട്ടേഷൻ നൽകിക്കൊണ്ട്, അത് കൊട്ടേഷനാണ് എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ നേരത്തെ തന്നെ പൾസർ സുനി അടക്കം മൊഴികളും നൽകിയിട്ടുണ്ട്. ഇവർക്കെതിരെയുള്ള എല്ലാത്തരം കുറ്റകൃത്യങ്ങളും സംശയാതീതമായി തെളിയിക്കപ്പെട്ടു എന്ന് തന്നെയാണ് കോടതിയും വ്യക്തമാക്കിയിരിക്കുന്നത്. പൾസർ സുനി ഈ കേസിലെ പ്രധാന പ്രതിയും അയാൾക്ക് ഇത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലം ഉള്ള ആളുമാണ്. സിനിമാ മേഖലയിലെ താരങ്ങളുടെ ഡ്രൈവറായിട്ട് പ്രവർത്തിച്ചു വന്നിട്ടുണ്ട്. മോഷണങ്ങളും കൊട്ടേഷൻ പ്രവർത്തനങ്ങളുമാണ് ഇയാളുടെ ഒരു സ്ഥിരം പരിപാടി. പൾസർ ബൈക്കുകൾ സ്ഥിരമായി മോഷ്ടിച്ചതിനാലാണ് ഇയാൾക്ക് പൾസർ സുനി എന്ന പേര് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇയാളുടെ പശ്ചാത്തലം ഈ കേസിൻ്റെ ശിക്ഷാവിധിയെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിരന്തരം ഇത്തരത്തിലുള്ള കേസുകളിൽ, അതായത് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളാണ് എന്നതുകൊണ്ട് തന്നെ അത് ശിക്ഷാവിധിയെ സ്വാധീനിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഒപ്പം തന്നെ 2-ാം പ്രതിയായിട്ടുള്ള മാർട്ടിനാണ് ഈ നടി സഞ്ചരിച്ചിരുന്ന വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറാണ് മാർട്ടിൻ. ഇയാൾ കൃത്യത്തിൽ ഈ പ്രതികൾക്ക് സഹായം നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ നടിയുടെ സഞ്ചാര നീക്കം, അതായത് അയാളാണ് ഡ്രൈവർ എന്നതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് മറ്റുള്ള ആളുകളെ, പൾസർ സുനി അടക്കം പുറകിൽ യാത്ര ചെയ്തിരുന്ന ആളുകളെ നിരന്തരം അറിയിച്ചു എന്നതുകൂടി ഇയാൾക്കെതിരെയുള്ള വലിയ കുറ്റമാണ്. ഒപ്പം തന്നെ ഈ കുറ്റകൃത്യത്തിൽ എല്ലാവിധ സഹായങ്ങളും പ്രതികൾക്ക് നൽകി എന്നുള്ളതാണ് മാർട്ടിനെതിരായിട്ടുള്ള കുറ്റം. 3-ാം പ്രതി തമ്മനം മണി എന്ന B മണികണ്ഠനാണ്. മണികണ്ഠനും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾ തന്നെയാണ്. അതൊക്കെ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളുടെ അത്തരത്തിലുള്ള കേസുകളൊക്കെ തന്നെ ഈ ശിക്ഷാവിധി, നിരന്തരം ഇത്തരത്തിലുള്ള പ്രശ്നക്കാരാണ് എന്നുള്ള കാര്യം ശിക്ഷാവിധിയെ സാധാരണഗതിയിലൊക്കെ ബാധിക്കാറുണ്ട്. ഈ പൾസർ സുനിയുടെ സുഹൃത്തും ഈ വ്യക്തികൾക്കെല്ലാം തന്നെ സഹായം നൽകിയിട്ടുള്ള ആളാണ്. മാത്രമല്ല വാഹനത്തിൽ വെച്ച് ഇയാൾ ആക്രമണത്തിൽ പങ്കുചേരുകയും ചെയ്തിട്ടുണ്ട്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുക്കുകയും സുനിയെ സഹായിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. ഒപ്പം തന്നെ 4-ാം പ്രതി VP വിജീഷ. ഈ വിജീഷും പൾസർ സുനിയുമാണ് വളരെ നാടകീയമായി കോടതിയിലെത്തി ഹാജരാവുകയും അവിടെ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അന്ന് പൾസർ സുനിയോടൊപ്പം ഉണ്ടായിരുന്ന ആ ആളാണ് വിജീഷ് എന്ന് പറയുന്നത്. ഈ കേസിലെ 4-ാം പ്രതിയാണ്. മണികണ്ഠൻ്റെ സുഹൃത്താണ് ഈ VP വിജീഷ് എന്ന് പറയുന്നത്. ഇയാൾ കൊട്ടേഷൻ ഗുണ്ടയാണ്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്. വാഹനത്തിൽ വെച്ച് ഇയാൾ നേരിട്ട് ആക്രമണത്തിൽ പങ്കുചേർന്നു. പൾസർ സുനിയുടെ കൂടെ ഒരുമിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോടതിയിൽ കീഴടങ്ങാനായിട്ട് എത്തിയിട്ടുണ്ട്. അടുത്ത വ്യക്തി എന്ന് പറയുന്നത് വടിവാൾ സലീമാണ്. അതായത് H സലീം 5-ാം പ്രതിയാണ്. ആലപ്പുഴ സ്വദേശിയാണ്. ഈ സലീമും കൊട്ടേഷൻ സംഘാംഗമാണ്, കൊട്ടേഷൻ ഗുണ്ടയാണ്. ഗൂഢാലോചനയിലും ആക്രമണത്തിലും ഇയാൾ പങ്കാളിയാണ്. അതായത് ഈ പ്രതികൾക്കെതിരെ എല്ലാം തന്നെ ഗൂഢാലോചന കുറ്റം കൂടിയുണ്ട്, 120B ഉണ്ട്. അപ്പോൾ അതടക്കം ഈ കേസിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട. അശ്വതി സൂചിപ്പിച്ച പോലെ തന്നെ ഈ 6 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇവർക്ക് എന്ത് ശിക്ഷ ലഭിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നമുക്കറിയാം, ഒരു അസാധാരണ നിയമ പോരാട്ടമാണ് ഈ കേസിൽ നടന്നിട്ടുള്ളത്. ഏറ്റവും പൊതുസമൂഹം ഉറ്റുനോക്കുന്നത് ദിലീപിനെതിരെ ചുമത്തിയ ഗൂഢാലോചന കുറ്റത്തിൽ കോടതിയുടെ ഒരു നിഗമനം എന്തായാലും ഇന്നത്തെ വിധിയിൽ വ്യക്തമാകുമെന്നാണ്. നമുക്കറിയാം, ഒരു 2000 പേജുള്ള ഒരു വിധിപ്പകർപ്പിന്റെ വിശദാംശങ്ങളൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. ആ രീതിയിൽ എന്തുകൊണ്ട് ഗൂഢാലോചന വാദം നിലനിന്നില്ല, പ്രോസിക്യൂഷൻ അത് തെളിയിക്കാനായില്ല എന്നൊക്കെ ഇന്ന് നമുക്കറിയാൻ സാധിക്കില്ലേ?
തീർച്ചയായും അമ്പിളി, ഇതിൽ ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള 6 പ്രതി, നേരത്തെ ഞാൻ സൂചിപ്പിച്ച 5 പ്രതിയും പിന്നെ പ്രദീപുമുണ്ട്, ഇവർ 6 പേർക്കെതിരെ ചുമത്തിയിരിക്കുന്ന 120B എന്ന വകുപ്പ് നിലനിൽക്കുന്നുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസത്തെ വിധിയിൽ വ്യക്തമാക്കുന്നത്. അതായത് 120B ഗൂഢാലോചനയാണ്. ഈ 6 പ്രതികൾ ഗൂഢാലോചന നടത്തി എന്ന കാര്യത്തിൽ കൃത്യമായ തെളിവുണ്ട് എന്ന് കോടതി വ്യക്തമാക്കുന്നു. പക്ഷേ ആ ഗൂഢാലോചനയിലേക്ക് ദിലീപ് അടക്കമുള്ള പിന്നീടുള്ള പ്രതികളുടെ, അതായത് 8, 9 അതുപോലെ തന്നെ 15 പ്രതികളുണ്ട്, ശരത്തടക്കമുണ്ട്. ശരത്തിനെതിരെയൊക്കെ ഗൂഢാലോചന കുറ്റം ഉണ്ട്. അതായത് ഇവർക്ക് 3 പേർക്കും ഈ ഗൂഢാലോചനയിൽ ഇവർക്കുള്ള ലിങ്കാണ് തെളിയിക്കാനായിട്ട് സാധിക്കാതെ പോയിട്ടുള്ളത്. അതിന് തെളിവില്ല എന്നതാണ് പ്രോസിക്യൂഷൻ്റെ പരാജയം. അതുകൊണ്ട് തന്നെ ആ രീതിയിലായിരിക്കും ഒരു പക്ഷേ ഈ ദിലീപിൻ്റെ പങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ കോടതി പറയുക എന്ന് പറയാനുള്ള ഒരു സാധ്യത, അതിൻ്റെ വിധി പകർപ്പിലടക്കം ഉണ്ടാകാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് 6 പേർക്കെതിരെ, ആദ്യത്തെ 6 പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റം, അതായത് 120B നിലനിൽക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോകൽ, പീഡിപ്പിക്കൽ, അതായത് 366 തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുക, 376D ബലാത്സംഗം, അത് കൂട്ടബലാത്സംഗമാണ്. കൂട്ടബലാത്സംഗത്തിനൊക്കെ വലിയ രീതിയിലുള്ള ശിക്ഷ, ജീവപര്യന്തം അടക്കം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇവർക്കെതിരെയുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു വകുപ്പ് എന്ന് പറയുന്നത്, കൂട്ടബലാത്സംഗമാണ്. 354B ഉണ്ട്, സ്ത്രീത്വത്തെ അപമാനിക്കുക. അതുപോലെ തന്നെ 201 ഉണ്ട്, തെളിവ് നശിപ്പിക്കൽ. അത് എല്ലാ പ്രതികൾക്കും എതിരെയുണ്ട്, തെളിവ് നശിപ്പിക്കൽ. അതിനൊക്കെ വലിയ രീതിയിലുള്ള ശിക്ഷ കിട്ടാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ 212, അതായത് പ്രതിയെ സംരക്ഷിക്കുക, ഇവർ പരസ്പരം സംരക്ഷിക്കലുണ്ട്. 506 ഉണ്ട്, ഭീഷണിപ്പെടുത്തുക, കാറിലിരുന്നും അല്ലാതെയും ഒക്കെ നടിയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സംഘം ചേർന്നുള്ള ആക്രമണം 34 IPC ഉണ്ട്. ഒപ്പം തന്നെ IT ആക്ടിലെ 2 വകുപ്പുകളാണ്. ഒന്ന് 66E-യും 67A-യും, അതായത് അത് സ്വകാര്യതാ ലംഘനത്തിൻ്റെ ഒക്കെ പരിധിയിൽ വരുന്നതാണ്. അതായത് ദൃശ്യങ്ങൾ പകർത്തി അത് പ്രചരിപ്പിക്കുക, വീഡിയോ ചിത്രീകരണം അത് പ്രചരിപ്പിക്കുക. ഇത് തന്നെയാണ് IT ആക്ടിലെ എല്ലാവർക്കുമെതിരെ ഈ IT ആക്ടിലെ 2 വകുപ്പുകൾ കൂടിയുണ്ട്. ഇതിനൊക്കെ വലിയ രീതിയിലുള്ള ശിക്ഷ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതായത് 120B നേരത്തെ സൂചിപ്പിച്ച ഗൂഢാലോചന കുറ്റം, അത് പരമാവധി 10 വർഷം പിഴയും നൽകാവുന്ന കുറ്റമാണ്. സാധാരണ വലിയ ഗൂഢാലോചന കേസുകളൊക്കെ ആണെങ്കിൽ ജീവപര്യന്തം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതും ജീവപര്യന്തത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അത് ആ കുറ്റകൃത്യത്തിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കൂട്ടബലാത്സംഗമായതുകൊണ്ട് തന്നെ ജീവപര്യന്തം കിട്ടാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ 10 വർഷം പ്ലസ് അതിൻ്റെ കൂടെ പിഴയുണ്ട്. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. 120B ദിലീപിനെതിരെ അടക്കം ചുമത്തിയിരുന്നത് ഈ 120B ആണ്. അതായത് ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ ആ കുറ്റകൃത്യം തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കുറ്റകൃത്യത്തിന് ലഭിക്കുന്ന അതേ ശിക്ഷ തന്നെ അതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകൾക്കും അതേ ശിക്ഷ തന്നെ കിട്ടും. അതായത് ഈ പൾസർ സുനി അടക്കമുള്ള ദിലീപ് കുറ്റക്കാരനായിരുന്നു എന്ന് തെളിയിക്കപ്പെടുകയായിരുന്നെങ്കിൽ ഈ പൾസർ സുനി അടക്കമുള്ള ആളുകൾക്ക് കിട്ടുന്ന അതേ ശിക്ഷ തന്നെ കിട്ടാനുള്ള വകുപ്പുണ്ട്. അതായത് ജീവപര്യന്തം അടക്കം കിട്ടാനുള്ള വകുപ്പുണ്ട്. എന്തായാലും ഈ ആദ്യത്തെ 6 പ്രതികൾക്കെതിരെ 120B ഉണ്ട്, അത് ജീവപര്യന്തം വരെ കിട്ടാം. ഒപ്പം തന്നെ ബാക്കി ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ IPC 341-ഉം 42-ഉം ഉണ്ട്. അതായത് വഴിയടച്ച് ബലമായി പൂട്ടിവെക്കലൊക്കെയാണ്. ഒപ്പം തന്നെ കൂട്ട ബലാത്സംഗമാണ്, അതും സമാനമായ രീതിയിൽ 20 വർഷം വരെ കഠിന തടവൊക്കെ കിട്ടാവുന്ന ശിക്ഷയാണ്. എന്തായാലും പരമാവധി ശിക്ഷ തന്നെ ലഭിക്കാനുള്ള വകുപ്പുകൾ ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ശരി, നടി ആക്രമിച്ച കേസിൽ കുറ്റക്കാരായ 6 പ്രതികൾക്ക് എന്ത് ശിക്ഷ ലഭിക്കുമെന്ന് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ജീവപര്യന്തം അടക്കമുള്ള പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത്. അതേസമയം ഈ കേസിൽ ദിലീപിനെ എന്തുകൊണ്ട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെറുതെ വിട്ടു എന്നുള്ളതൊക്കെ ഇന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അതിലൊക്കെ കൂടുതൽ വ്യക്തത വരും. ഇതിൻ്റെ വിശദമായ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും AT അശ്വതി. ഇനി മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ നിന്ന് കോടതി വിധി പറയും. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നും സുധീഷ് കുമാർ ചേരുന്നുണ്ട്. സുധീഷ്, നമുക്കറിയാം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 2 കേസിലാണ് പത്മകുമാർ പ്രതിയായിട്ടുള്ളത്. ഇന്നത്തെ ജാമ്യാപേക്ഷയിൽ എന്തായിരിക്കും കോടതിയിൽ അദ്ദേഹം ആവശ്യപ്പെടുക? ഒപ്പം തന്നെ SIT ഏത് രീതിയിലായിരിക്കും എതിർക്കുക? അമ്പിളി MLA കൂടിയായ നേതാവ് കൂടിയായിരുന്ന പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിച്ചപ്പോൾ പ്രധാനമായും കോടതിക്ക് മുന്നിൽ ഇദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹം ഈ ഒരു കേസിൽ പ്രതിയായിരുന്ന സമയത്ത് ഈ ദേവസ്വം ബോർഡിനും മറ്റു ഉദ്യോഗസ്ഥർക്കും ഇതിനകത്ത് കൂട്ടു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ താൻ ഒറ്റയ്ക്ക് തന്നെ മാത്രം ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഈ കേസിൽ മുന്നോട്ട് പോകുന്ന SITയുടെ
പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കത്തിനെ എതിർക്കുന്ന തരത്തിലായിരുന്നു ഈ ജാമ്യാപേക്ഷയിൽ ഹർജി സമർപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ കൂടി പരിഗണിക്കണം. ഒപ്പം തന്നെ ഇന്നത്തെ പ്രായപരിധി കൂടി കണക്കിലെടുത്ത് വേണം ഈ കേസുകളിൽ തന്നെ ജാമ്യ ഹർജിയൊക്കെ പരിഗണിക്കുമ്പോൾ നിലപാട് കോടതി എടുക്കേണ്ടത് എന്നുള്ള ആവശ്യമാണ് പ്രതിഭാഗം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു പരിഗണന ആവശ്യപ്പെടുമ്പോൾ കോടതി ഇക്കാര്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കേസുകളിലെ പ്രതികൾക്ക് ജാമ്യ ഹർജി അപേക്ഷിച്ച സമയത്ത് കോടതി ഇക്കാര്യങ്ങളൊക്കെ തന്നെ തള്ളിയിരുന്നു. ജാമ്യ ഹർജി അവർക്ക് നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പത്മകുമാറിന്റെ കാര്യത്തിലും ഇത്തരത്തിലൊരു സമാന രീതി ഉണ്ടാവാനാണ് സാധ്യത. കോടതി ഒരു പക്ഷേ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുമ്പോൾ ആ ജാമ്യാപേക്ഷ തള്ളാനുള്ള സാധ്യതയാണുള്ളത്. അപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പത്മകുമാറിനെ ശബരിമലയിലെ 2 കേസുകളിലും, അതായത് സ്വർണ്ണപ്പാള കേസിലും കട്ടിളപ്പാള കേസിലും പ്രതിയായി കണ്ടെത്തിയിരുന്നു. ഈ 2 കേസുകളിലും പ്രതിയായതോടുകൂടി SIT സംഘം ഈ ഇദ്ദേഹത്തിന്റെ കസ്റ്റഡി ആവശ്യപ്പെടുകയും 1 ദിവസം കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യുകയും കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. അക്കാര്യങ്ങളിലൊക്കെ തന്നെ കുറച്ചുകൂടി വ്യക്തത വരുത്തുന്നതിനുള്ള സാഹചര്യങ്ങളുമൊക്കെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ജാമ്യ ഹർജി തള്ളിക്കളയണമെന്നൊരു ആവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ ഒരു നടപടി തന്നെയായിരിക്കും കോടതി ഒരുപക്ഷെ ഇക്കാര്യത്തിൽ സ്വീകരിക്കുക. മുൻപ് വാസം ഉൾപ്പെടെയുള്ളവർക്ക് ജാമ്യ ഹർജി പരിഗണിച്ചപ്പോഴും കോടതി ഈ ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഇവർക്ക് ആർക്കും ജാമ്യം നൽകിക്കൊണ്ട് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്കാണ് പ്രോസിക്യൂഷൻ അവരുടെ വാദഗതികൾ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നടക്കുന്ന ജാമ്യ ഹർജി. കാര്യം ജാമ്യ ഹർജിയിൽ വാദം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. ഇന്ന് ജാമ്യ ഹർജിയിൽ വിധി പറയാനിരിക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും കോടതി നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ നിന്നും റിമാൻഡിലേക്ക് കഴിയുന്ന പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി കൂടി നീട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കേസിൽ മറ്റൊരു പ്രധാന പ്രതിയായിരുന്ന മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷയിലും ഇന്ന് കോടതി വിധി പറയും. ഏതായാലും 2 പേർക്കും ജാമ്യം അനുവദിക്കുന്ന കാര്യത്തിൽ പ്രോസിക്യൂഷന് എതിർപ്പാണുള്ളത്. അതുകൊണ്ട് തന്നെ ജാമ്യം പരിഗണിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ മുൻനിർത്തി ഇവർ കേസിന്റെ മറ്റു കാര്യങ്ങളിൽ സ്വാധീനിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് ജാമ്യ ഹർജി തള്ളാനുള്ള ഒരു സാഹചര്യമാണ് വിജിലൻസ് കോടതിയിൽ ഇന്ന് നടക്കുക. ശരി, ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ നിന്ന് കോടതി വിധി പറയും. കൊല്ലം വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പത്മകുമാറിന് ജാമ്യം കിട്ടുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. SIT ഇന്നും എതിർക്കാൻ തന്നെയാണ് തീരുമാനം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊല്ലത്ത് നിന്നും സുധീഷ് കുമാർ. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന കേരള ഹൈക്കോടതി ഉത്തരവിനെതിരെ വഖഫ് സംരക്ഷണ വേദി നൽകിയ അപ്പീൽ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. സർക്കാർ നൽകിയ തടസ്സ ഹർജിയും കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ജസ്റ്റിസ് മനോജ് മിശ്ര അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാണ് വഖഫ് സംരക്ഷണ വേദിയുടെ ആവശ്യം. ഇതിന്റെ വിശദാംശങ്ങളുമായി KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, നമുക്കറിയാം വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു കേസാണ്. ഇന്ന് വഖഫ് സംരക്ഷണ വേദി സുപ്രീം കോടതിയിൽ എന്തായിരിക്കും ആവശ്യപ്പെടുക? ഒപ്പം തന്നെ സർക്കാരിൻ്റെ ഒരു തടസ്സ ഹർജിയും ഉണ്ടല്ലോ. അപ്പോൾ ആ രീതിയിലൊക്കെ എങ്ങനെയായിരിക്കും ഇന്ന് സുപ്രീം കോടതി ഇത് പരിഗണിക്കുക? അമ്പിളി, ഗുഡ് മോർണിംഗ്. മുനമ്പത്തെ കേസ് ഒരുപക്ഷെ ആ പ്രശ്നം ഒരു പരിഹാരത്തിലേക്ക് എത്തിയെന്ന് വിലയിരുത്തുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ വീണ്ടും ഒരു പ്രശ്നം ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സർക്കാരാണ് മുനമ്പത്തെ ഭൂമി പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ അടങ്ങുന്ന CN രാമേന്ദ്രൻ നായരെ ഇതിന്റെ ചുമതലയ്ക്ക് സമിതിക്ക് രൂപം നൽകുന്നത്. അതിൻ്റെ അകത്ത് കാര്യങ്ങൾ പരിശോധിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അത്തരമൊരു കമ്മീഷനെ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നത്. ഈ കമ്മീഷന്റെ നിയമനത്തിനെതിരെയാണ് ഈ സംരക്ഷണ വേദി ആദ്യം ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ആ കമ്മീഷന്റെ നിയമനം പരിശോധിച്ചുകൊണ്ടാണ് സിംഗിൾ ബെഞ്ച് ആ ഭൂമി വഖഫിൻ്റെതല്ല എന്നൊരു വഖഫിൻ്റെതാണെന്ന തരത്തിലേക്ക് ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഈ കമ്മീഷന്റെ തീരുമാനം റദ്ദാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരികയൊക്കെ ചെയ്യുന്നത്. ഇത് ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നു. അങ്ങനെയാണ് ഈ കമ്മീഷൻ നടപടിയുമായി മുന്നോട്ട് പോകട്ടെ എന്നും ഭൂമി വഖഫിൻ്റെതല്ല എന്ന നിലപാട് ഹൈക്കോടതി സ്വീകരിക്കുകയും ചെയ്തത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഈ സംരക്ഷണ വേദി സുപ്രീം കോടതിയിലേക്ക് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച ഹർജി സുപ്രീം കോടതിയിൽ ഈ സംരക്ഷണ വേദി സമർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതായത് ഹൈക്കോടതിക്ക് മുൻപിലുണ്ടായിരുന്ന ഏക ചോദ്യം എന്ന് പറയുന്നത് ഈ കമ്മീഷന്റെ നിയമന സാധ്യത മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഹൈക്കോടതി സ്വമേധയാ കേസിൽ ഇടപെട്ടു വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഭൂമി സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമെടുത്തത്. അത് അംഗീകരിക്കാനാകില്ല, അത് റദ്ദാക്കണം എന്നുള്ളതാണ് ഈ സംരക്ഷണ വേദിയുടെ അതേ ആവശ്യം. അതേസമയം തന്നെ സംസ്ഥാന സർക്കാരും നിലവിൽ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടെന്ന നിലത്തിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഈ ഹർജി തള്ളണമെന്ന് ആവശ്യപ്പെട്ട് തടസ്സ ഹർജിയും നൽകി
നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഭൂമി സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഹൈക്കോടതിയിലും സംസ്ഥാന സർക്കാർ നിലപാടുകൾ കൃത്യമായി വ്യക്തമാക്കിയിട്ടില്ല. സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടെന്ന് പറയുന്നത് ഈ കമ്മീഷനുമായി ബന്ധപ്പെട്ടാണ്. ആ കമ്മീഷന്റെ കാര്യത്തിൽ മാത്രമാണ് സംസ്ഥാന സർക്കാർ നിലപാടെടുക്കുകയും ചെയ്തിരുന്നത്. അപ്പോൾ സുപ്രീം കോടതിയിൽ ഇനി ഭൂമി സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ ആ പ്രശ്നങ്ങൾ പരിഹാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ കരമടക്കാനുള്ള സംവിധാനങ്ങളിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ അറിയിക്കുകയൊക്കെ ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഈ സംരക്ഷണ വേദിയുടെ ഹർജിക്ക് അപ്പുറത്തേക്ക് മുനമ്പം ഭൂമി വിഷയത്തിൽ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിന് സംരക്ഷണ വേദിയുടെ വാദം എന്ന് പറയുന്നത് മുനമ്പം ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വഖഫിന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം വഖഫ് ട്രൈബ്യൂണലിലാണ്. ആ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് ഹൈക്കോടതി സ്വമേധയാ ഈ വിഷയത്തിൽ ഇടപെടുന്നത്? അത് അധികാരങ്ങൾ ഉപയോഗിച്ചുള്ള ഇടപെടൽ മാത്രമായി തന്നെ കണക്കാക്കണമെന്നൊക്കെയാണ് ഈ സംരക്ഷണ വേദിയുടെ അവകാശവാദം. ഇക്കാര്യത്തിൽ ഈ സൂചിപ്പിച്ച പോലെ തന്നെ സർക്കാർ എന്ത് നിലപാട് ഭൂമിയുടെ കാര്യത്തിൽ എടുക്കും, ഒപ്പം തന്നെ ഈ തടസ്സ ഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയും എന്നുള്ളതാണ് ഇന്ന് നമുക്ക് അറിയാനുള്ളത്. അമ്പിളി, ശരി, മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന കേരള ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് വഖഫ് സംരക്ഷണ വേദി നൽകിയ അപ്പീൽ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുക. പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ആവശ്യം. സുപ്രീം കോടതിയിൽ നിന്ന് എന്ത് നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കെ പ്രശാന്ത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നാളെ നടക്കും. ആകെ 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്ത് സജ്ജമാക്കിയിരിക്കുന്നത്. സമഗ്ര ആധിപത്യം തുടരാനാകുമെന്നാണ് LDF പ്രതീക്ഷിക്കുന്നത്. അതേസമയം തിരിച്ചു വരാനാകുമെന്ന പ്രതീക്ഷയിലാണ് UDF. NDAയും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. വിശദാംശങ്ങളും വിലയിരുത്തലുകളുമായി തിരുവനന്തപുരത്ത് നിന്നും രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത്ത്, എന്തായാലും നാളെ 8 മണിയോടുകൂടി തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യ മണിക്കൂറുകളിൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് എങ്കിൽ കൂടി ആദ്യ മണിക്കൂറുകളിൽ തന്നെ നമുക്കൊരു ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിക്കും. സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ അവരുടെ ഒരു കണക്കുകൂട്ടലുകളുടെ മണിക്കൂറുകളാണ്. കാരണം ഇനി 24 മണിക്കൂർ തികച്ചില്ല. എങ്ങനെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്? ഒപ്പം ആശങ്കകളും പ്രതീക്ഷകളൊക്കെ എങ്ങനെയാണ്? തീർച്ചയായും ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമാണ് വോട്ടെണ്ണലിനായിട്ടുള്ളത്. നമുക്കറിയാം 941 പഞ്ചായത്തുകളും അതുപോലെ തന്നെ 152 ബ്ലോക്ക് പഞ്ചായത്തുകളും 14 ജില്ലാ പഞ്ചായത്തുകളും 86 മുനിസിപ്പാലിറ്റികളുമാണ്. 6 കോർപ്പറേഷനുകളും ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെണ്ണലാണ് നാളെ കൃത്യമായും രാവിലെ 8 മണിക്ക് തന്നെ ആരംഭിക്കുന്നത്. പ്രധാനമായും 244 കേന്ദ്രങ്ങൾ, അത് സംസ്ഥാനത്തൊട്ടാകെ 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ബ്ലോക്ക് തലത്തിൽ ത്രിതല പഞ്ചായത്തുകളുടെയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിൽ അതാത് സ്ഥാപനങ്ങളുടെയും വോട്ടെണ്ണലുകളാണ് നടത്തുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇതുവരെയും പൂർത്തീകരിച്ചിട്ടുള്ളത്. ആദ്യം പോസ്റ്റൽ ബാലറ്റുകളായിരിക്കും എണ്ണുക. തുടർന്നായിരിക്കും വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ നീങ്ങുക. തുടർന്ന് EVM-ലെ വോട്ടിംഗ് മെഷീനുകൾ എണ്ണുന്നതിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെ ആദ്യം പോസ്റ്റൽ ബാലറ്റ്, പിന്നെ വോട്ടിംഗ് മെഷീൻ, പിന്നീട് EVM, ഇങ്ങനെയാണ് വോട്ടെണ്ണലുകളുടെ ഒരു രീതി ഉള്ളത്. ആദ്യം ഗ്രാമപഞ്ചായത്തും പിന്നീട് നഗരസഭകളുടെയും ഫലങ്ങളായിരിക്കും പുറത്തുവരിക. ജില്ലാ പഞ്ചായത്തടക്കമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫലങ്ങൾ 2 മണിയോടുകൂടി പൂർണ്ണമായി തന്നെ ഈ ആരായിരിക്കും വിജയികൾ ആര് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു ചിത്രം 2 മണിയോടുകൂടി വരികയും ചെയ്യും. സാധാരണ രീതിയിൽ നമുക്കറിയാം, ജനകീയ പ്രശ്നങ്ങൾ ആണ് സാധാരണ രീതിയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറെ ചർച്ചയാകുന്നതെങ്കിൽ ആദ്യഘട്ടത്തിൽ മാത്രം, അല്ലെങ്കിൽ ആദ്യ ഒരാഴ്ചക്കാലം മാത്രം ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും പിന്നീട് വിവാദങ്ങളിലേക്ക് ചർച്ച വഴിമാറുകയും ചെയ്ത ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പായിരുന്നു നമുക്ക് നേരത്തെ കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ എത്ര കണ്ട് ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്, ജനങ്ങൾ എന്താണ് ഇത് സംബന്ധിച്ച് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായി നമുക്ക് അറിയാൻ കഴിയും. 2 ഘട്ടങ്ങളിലായിട്ടാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ് നടന്നത്. ആദ്യം 7 ജില്ലകൾ, പിന്നീട് 7 ജില്ലകൾ. അത്തരത്തിൽ 2 ഘട്ടങ്ങളിലായിട്ട് നടന്ന വോട്ടെടുപ്പിൽ 74% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൃത്യമായ പോളിംഗ് ശതമാനം ഇന്നോടുകൂടി മാത്രമേ. രജിത്ത്, അതാണ് തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ പോളിംഗ് ശതമാനത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു നേരിയ കുറവുണ്ട്. അതിന്റെ ഒരു ആശങ്ക മുന്നണികൾക്കുണ്ടോ, അതോ അതിലൊന്നും കുഴപ്പമില്ല, കാര്യമായ നേട്ടം അവരവർക്കുണ്ടാകുമെന്നുള്ള ഒരു കണക്കുകൂട്ടൽ തന്നെയാണോ? എങ്ങനെയായാലും ഫലം അറിഞ്ഞു തുടങ്ങുകയും ചെയ്യും. ഏറ്റവും
പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത്, തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം അടക്കമുള്ള സ്ഥലത്ത് പ്രധാനമായും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലാണ് ജനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. രജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. മധ്യ കേരളത്തിൽ നിന്ന് അശ്വതിയും അതുപോലെ തന്നെ വടക്കൻ കേരളത്തിന്റെ വിശദാംശങ്ങളുമായി വർഷ ഗിരീഷും ചേരുന്നുണ്ട്. ആദ്യം അശ്വതിയിലേക്കാണ്. അശ്വതി സൂചിപ്പിച്ച പോലെ തന്നെ മധ്യ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും പ്രധാനം കോട്ടയം, അതുപോലെ തന്നെ ഇടുക്കി, ഒപ്പം തന്നെ എറണാകുളം ജില്ലയുമാണ്. ഇതിൽ ഓരോ ജില്ലകളിലും ഇപ്പം ഇടുക്കിയിലും അതുപോലെ തന്നെ കോട്ടയത്തേക്കൊക്കെ വരികയാണെങ്കിൽ LDF വ്യക്തമായ മേൽക്കൈയുണ്ട്. എറണാകുളത്തേക്ക് വരികയാണെങ്കിൽ കോർപ്പറേഷൻ കഴിഞ്ഞ തവണ UDF കൈവിട്ടതാണെങ്കിൽ കൂടി അത് തിരിച്ചു വരാനുള്ള ഒരു വലിയ ഒരു പ്രചരണവും പ്രവർത്തനവും ഒക്കെ ഇത്തവണ നടന്നിരുന്നു. ആ രീതിയിലൊക്കെ എങ്ങനെയാണ് പാർട്ടികളുടെ ഒരു കണക്കുകൂട്ടൽ? അമ്പിളി, കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം വലിയ ഫൈറ്റാണ് ഇത്തവണ നടന്നിട്ടുള്ളത്. നേരിയ വ്യത്യാസത്തിലാണ് കഴിഞ്ഞ തവണ LDFിലേക്ക് ഈ കൊച്ചി കോർപ്പറേഷൻ പോയിട്ടുള്ളത്. അത് ഇത്തവണ നിലനിർത്താനാണ് LDFിൻ്റെ പരിശ്രമം മുഴുവനും ഉണ്ടായിരുന്നത്. എന്നാൽ അത് തങ്ങൾക്ക് കൈവിട്ടു പോയിട്ടുള്ള കോർപ്പറേഷൻ തിരിച്ചു പിടിക്കാനായിരുന്നു UDFിൻ്റെ ശ്രമം. അതിൽ തന്നെ UDFിന് വില്ലനായിട്ടുള്ളത്, അത് കൊച്ചി കോർപ്പറേഷനിൽ മാത്രമല്ല എറണാകുളം ജില്ലയിലും പരിസരങ്ങളിലുമൊക്കെ UDFിന് വില്ലനായിട്ടുള്ളത് വിമത സ്ഥാനാർത്ഥികൾ തന്നെയായിരുന്നു. പലപ്പോഴും ജില്ലാ നേതൃത്വം അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ കൂടി വിമത സ്ഥാനാർത്ഥികൾ വലിയ തോതിൽ UDFിന് വില്ലനായിട്ട് വന്നിട്ടുണ്ട്. കൊച്ചി കോർപ്പറേഷനിൽ 76 ഡിവിഷനുകളാണുള്ളത്. അതിൽ 42 സീറ്റുകളാണ് LDFും അതുപോലെ തന്നെ 42 സീറ്റുകൾ UDFും പ്രതീക്ഷിക്കുന്നുണ്ട്. 39 സീറ്റുകളാണ് ഇതിൽ കേവല ഭൂരിപക്ഷത്തിനായിട്ട് വേണ്ടത്. പക്ഷേ 5 സീറ്റുകളാണ് കഴിഞ്ഞ തവണ BJPക്കുള്ളത്. ഇത്തവണ BJP വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഒരു 4 മുതൽ 6 സീറ്റുകളിലേക്ക് വരെ BJPക്ക് വലിയ തോതിലുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അത് നിലനിർത്താനാകുമെന്നതാണ് BJP കണക്ക് കൂട്ടുന്നത്. ഈ BJPയുടെ ഒരു വോട്ട് പല മണ്ഡലങ്ങളിലും പല ഡിവിഷനുകളിലും ഇത്തവണ നിർണായകമാണ്. പല ഡിവിഷനുകളിലും വലിയ രീതിയിലുള്ള ടൈറ്റ് ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഈ മുന്നണി മാറി മറ്റ് മുന്നണിയിലേക്ക് പോയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇത്തവണത്തെ കൊച്ചി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തവണ ജില്ലാ പഞ്ചായത്തിലേക്കും വലിയ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടന്നിട്ടുള്ളത്. UDFിൻ്റെ കയ്യിലിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് തിരിച്ചു പിടിക്കണം എന്നതാണ് LDFിൻ്റെ പ്രധാന ഒരു ഉദ്ദേശമുണ്ടായിരുന്നത്. ഇത്തവണ എങ്ങനെയായിരിക്കും അതിൻ്റെ ഫലം എന്നാണ് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇനി ആ ഫലം അറിയാനായിട്ട്. അതിൻ്റെ ഒരു ആകാംക്ഷ എല്ലാവർക്കുമുണ്ട്. നിലവിൽ ജില്ലാ പഞ്ചായത്തിൽ UDF 16, LDF 9, 2022 എന്ന നിലയിലാണുള്ളത്. ഈ റൂറൽ മേഖലകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ 2020ക്ക് വലിയ സ്വാധീനമുണ്ട്. കുന്നത്തുനാടിലടക്കം 2020 ചില സംഘർഷങ്ങളടക്കം ഈ പോളിംഗ് ദിവസം നമ്മൾ കണ്ടതാണ്. ചെറിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ആ മേഖലകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. 4 പഞ്ചായത്തുകളാണ് 2020ക്ക് ഉള്ളത്. അതിൽ ഒരു പഞ്ചായത്തിൽ മുഴുവൻ സീറ്റുകളിലുമാണ് കഴിഞ്ഞ തവണ 2020 മത്സരിച്ച് ഭരിച്ചത്. അതൊക്കെ തന്നെ ഇത്തവണ തിരിച്ചു പിടിക്കുമെന്നാണ് LDFിൻ്റെയും UDFിൻ്റെയും ഒക്കെ തന്നെ കണക്കുകൂട്ടൽ. LDF സ്വാധീനമുള്ള മേഖലകളായിരുന്നു പണ്ട്. ആ പ്രദേശങ്ങളൊക്കെ തന്നെ UDFിൻ്റെ സ്വാധീന മേഖലയായിരുന്നു ചില പഞ്ചായത്തുകൾ. എന്തായാലും അത് അവരവർ തിരിച്ചു പിടിക്കും എന്ന് തന്നെയാണ് അവരുടെ ആത്മവിശ്വാസം. പക്ഷേ ഇത്തവണ കൂടുതൽ ഇടങ്ങളിലേക്ക് 2020 സ്ഥാനാർത്ഥികളെ നിർത്തുകയും ചിട്ടയായ ഒരു പ്രചരണ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയായിരിക്കും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക, ജനങ്ങൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുക എന്ന് അല്പ മണിക്കൂറുകൾക്കകം തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കൊച്ചി കോർപ്പറേഷൻ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ഇടം തന്നെയാണ് അമ്പിളി. തീർച്ചയായും മധ്യ കേരളത്തിലെ വോട്ടർമാർ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വലിയ ആത്മവിശ്വാസത്തിലാണ് വടക്കൻ കേരളത്തിലെ മുന്നണികളും സ്ഥാനാർത്ഥികളുമൊക്കെ. കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം അല്പം കുറവാണെങ്കിലും അത് വിജയത്തെ ബാധിക്കില്ലെന്ന കണക്ക് കൂട്ടലിലാണ് മുന്നണികൾ. ഒട്ടനവധി രാഷ്ട്രീയ വിഷയങ്ങളും വിവാദങ്ങളും ചർച്ച ചെയ്യപ്പെട്ട തിരഞ്ഞെടുപ്പിൽ ആര് വാഴും ആര് വീഴും എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും വർഷ ഗിരീഷ് ചേരുന്നുണ്ട്. വർഷ, നമുക്കറിയാം കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിൽ വടക്കൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ പോളിംഗ് ശതമാനത്തിൽ ഒരു അന്തിമ കണക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്നലെ നേതാക്കളെല്ലാം തന്നെ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളിൽ ശക്തമായ പ്രതികരണം നടത്തിയ ഒരു ദിവസം കൂടിയായിരുന്നു. വോട്ടെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാനെത്തിയതുമൊക്കെ ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ എങ്ങനെയാണ് മുന്നണികളുടെ ഒരു കണക്ക് കൂട്ടലുകൾ?
അമ്പിളി സൂചിപ്പിച്ച പോലെ വടക്കൻ കേരളത്തിൽ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ ഒരല്പം കുറവാണ്. പക്ഷേ മുന്നണികളും സ്ഥാനാർത്ഥികളും എല്ലാം വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. നിലവിൽ ലഭിച്ചിരിക്കുന്ന കണക്കുകൾ അനുസരിച്ച് 75.75% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 2% കുറവാണ് എന്നുള്ളതാണ്. പക്ഷേ മുന്നണികളെല്ലാം വലിയ പ്രതീക്ഷ തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രതികരിച്ചപ്പോഴും അവർ അക്കാര്യങ്ങൾ തന്നെയാണ് വ്യക്തമാക്കിയത്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം പ്രധാനപ്പെട്ട 3 കോർപ്പറേഷനുകളാണ്. വടക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട 3 കോർപ്പറേഷനുകൾ കണ്ണൂർ, കോഴിക്കോട്, തൃശൂരാണ്. ഇത് മൂന്നിലുമാണ് ഏറ്റവും കൂടുതൽ കടുത്ത മത്സരം നടക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷനെ സംബന്ധിച്ച് യു ഡി എഫ് അധികാരത്തിലുള്ള കോർപ്പറേഷനാണ്. അത് തിരിച്ചുപിടിക്കുക എന്നുള്ളതാണ് LDFനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം നമുക്കറിയാം ഇടത് ഭരണത്തിന് അത്രയധികം മുൻതൂക്കമുള്ള ജില്ലയാണ് കണ്ണൂർ. അവിടെ കോർപ്പറേഷൻ ഭരണം തിരിച്ചുപിടിക്കുക എന്നുള്ളത് LDFനെ സംബന്ധിച്ച് ഒരു അഭിമാന പോരാട്ടം തന്നെയാണ്. അതിലാണ് അവർ ഇത്തവണ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇനി കോഴിക്കോടേക്ക് വരികയാണെങ്കിലും അക്കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ ഒരുപാട് കാലമായി LDFന് കൈവശമാണുള്ളത്. അത് തിരിച്ചുപിടിക്കുക എന്നുള്ളതാണ് ഇവിടെ UDFനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. BJP ആണെങ്കിലും UDF ആണെങ്കിലും ഏറ്റവും അധികം ഇവിടെ ശ്രദ്ധ പുലർത്തിയിരിക്കുന്നത് കോർപ്പറേഷൻ ഭരണത്തിൽ തന്നെയാണ്. ഈ ഒരു കോർപ്പറേഷൻ പിരിച്ചെടുക്കുക എന്നുള്ളതാണ് UDFനെ സംബന്ധിച്ചും BJPയെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ 7 സീറ്റുകൾ മാത്രമാണ് BJPക്കുള്ളത്. പക്ഷേ ഇത്തവണ വലിയ പ്രതീക്ഷ അവർ ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ വെക്കുന്നുണ്ട്. UDF ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും പ്രതീക്ഷ വെക്കുമ്പോൾ കൂടുതലും BJPയുടെ ശ്രദ്ധ മൊത്തം ഈ കോർപ്പറേഷനിലേക്കായിരുന്നു എന്നുള്ളതാണ്. കോർപ്പറേഷനിൽ ഒറ്റക്കക്ഷിയാകുമെന്ന് വരെ വളരെ ആത്മവിശ്വാസത്തിലാണ് ഈ കോഴിക്കോടുള്ള BJP നേതാക്കളെല്ലാം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു ത്രികോണ മത്സരം തന്നെയാണ് ഇത്തവണ കോഴിക്കോട് നടന്നത്. പതിറ്റാണ്ടുകളായുള്ള ചുവപ്പ് കോട്ട തകർക്കുക എന്നുള്ളതാണ് UDFനെയും അതുപോലെ തന്നെ BJPയെ സംബന്ധിച്ച് കോഴിക്കോടുള്ള കാര്യം. മറ്റു ജില്ലകളിലും ഇതേ തന്നെയാണ്. ഇടതുപക്ഷത്തിന്റെ സ്വാധീനമുള്ള ജില്ലകളാണ്. അതെല്ലാം തന്നെ തിരിച്ചുപിടിക്കുക എന്നുള്ളതാണ് UDFനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ മുൻപ് തന്നെ തുടങ്ങിയിരുന്നു. BJP സൂചിപ്പിച്ച പോലെ 7 മാസങ്ങൾക്ക് മുമ്പ് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും അവർ നടത്തിയിരുന്നു. അങ്ങനെ തന്നെയാണ് UDFന്റെ കാര്യവും. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തെ തകർക്കുക എന്നുള്ളതാണ് ഈ ഒരു മുന്നണികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി പാലക്കാടേക്കെല്ലാം വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. ഇത് കോൺഗ്രസിനുള്ളിൽ ചില പൊട്ടിത്തെറികളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. പല രാഷ്ട്രീയ വിഷയങ്ങളും വടക്കൻ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. രാഹുൽ വിഷയം, സ്വർണ്ണക്കൊള്ള, എല്ലാ കാര്യങ്ങളും സാധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാടിന്റെ വികസനം അല്ലെങ്കിൽ നാട്ടുകാരുടെ കാര്യങ്ങളെല്ലാം മാത്രമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. എന്നാൽ ഇത്തവണ പല സംസ്ഥാന തലത്തിലുള്ള പല വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. അതിൽ ഏറ്റവും അവസാനം വന്നതായിരുന്നു രാഹുൽ വിഷയം. അതെല്ലാം തന്നെ വളരെ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഈ കടന്നുപോയത്. ഇതിനോടെല്ലാം ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. പൊതുവെയുള്ള വിലയിരുത്തൽ അനുസരിച്ച് UDF പറയുന്നത് ഇത് പിണറായി സർക്കാരിനെതിരെയുള്ള ഒരു വിലയിരുത്തലായിരിക്കുമെന്നാണ്. അവരുടെ വികസനങ്ങൾ എത്രമാത്രം ജനങ്ങൾ അസ്വസ്ഥരാണ്, അവരുടെ വികസന മുരടിപ്പിൽ എത്രമാത്രം ജനങ്ങൾ അസ്വസ്ഥരാണ് എന്നുള്ളതിന്റെ സൂചനയായിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് UDF നേതാക്കൾ പറയുന്നത്. അതേസമയം BJP മുന്നോട്ട് വെക്കുന്നത് മോദി വികസനമാണ്. മോദി വികസനമല്ലാതെ മറ്റൊന്നും ഈ വടക്കൻ കേരളത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് BJP നേതാക്കൾ പറയുന്നത്. അങ്ങനെ പരസ്പരം പോരടിച്ചുകൊണ്ടുള്ള ദിവസങ്ങളാണ് കടന്നുപോയത്. ഇനി അതിന്റെ ഫലം അറിയാൻ ഈ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്തായാലും കണക്ക് കൂട്ടിയും കിഴിച്ചും മുന്നണികളെല്ലാം വലിയ പ്രതീക്ഷയിലാണുള്ളത്. തങ്ങൾ ആദ്യം തുടക്കം മുതൽ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാ ജില്ലകളിലും BJPക്ക് കരുത്ത് തെളിയിക്കാൻ കഴിയുമെന്ന് BJPയും UDF തിരിച്ചു വരുമെന്ന് UDFും തങ്ങളുടെ സ്വാധീനം നിലനിർത്തുമെന്ന് LDFും എന്തായാലും ഉറച്ച വിശ്വാസത്തിലാണുള്ളത്. അമ്പിളി, ശരി, വടക്കൻ കേരളത്തിലും വലിയ ആത്മവിശ്വാസത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളുമൊക്കെ. എന്തായാലും വടക്കൻ കേരളത്തിന്റെ അന്തിമ പോളിംഗ് കണക്ക് ഇനി വരാൻ കൂടി ഇരിക്കുന്നതേ ഉള്ളൂ. ഇതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വർഷ ഗിരീഷ്. ഉരുൾ ദുരന്തത്തിൽ പല ദിക്കിലേക്ക് ചിതറിപ്പോയവരുടെ വൈകാരികമായ കൂടിച്ചേരലുകൾക്കാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചൂരൽമല സാക്ഷ്യം വഹിച്ചത്. ഭൂപടത്തിൽ നിന്നും മാഞ്ഞുപോയ മുണ്ടക്കൈ വാർഡിലെ അവശേഷിക്കുന്ന വോട്ടർമാരാണ് ചൂരൽമലയിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത്. പോയ കാല ആരവുമില്ലെങ്കിലും വേദനകൾ ഉള്ളിലൊതുക്കിയാണ് ജനാധിപത്യ പ്രക്രിയയിൽ അവർ ഭാഗമായത്. മാഞ്ഞുപോയ മുണ്ടക്കൈ. തിരഞ്ഞെടുപ്പ് കാലം ആരവങ്ങൾക്ക് വേദിയായ ചൂരൽമലയിൽ ഇന്ന് ആ കാഴ്ചകളില്ല. ഉരുൾ വിതച്ച നാട്ടിൽ നിന്നും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെട്ടവർ ഒരിക്കൽ കൂടി വോട്ട് ചെയ്യാനായി പിറന്ന നാട്ടിലെത്തി. വോട്ടെടുപ്പിൽ ബൂത്തിൽ സജീവമായിരുന്ന പല മുഖങ്ങളും ഇന്നില്ലെങ്കിലും പരസ്പരം അവർ വിശേഷങ്ങൾ പങ്കുവച്ചു. ഭരണകൂടം ഒരുക്കിയ വോട്ടുവണ്ടിയിൽ വന്നിറങ്ങിയവരെ പൂക്കൾ നൽകിയാണ് വരവേറ്റത്. കഴിഞ്ഞ തവണ
73% പോളിംഗ് നടന്ന മുണ്ടക്കൈ വാർഡ് പുനർനിർണയത്തിൽ ചൂരൽമലയിൽ കൂട്ടിച്ചേർത്തു. 1236 വോട്ടർമാരുണ്ടായിരുന്ന ബൂത്തിലെ 110 പേർ ഇത്തവണയില്ല. അട്ടമല ബൂത്തിലെ 16 പേരും ദുരന്തത്തിൽ പൊലിഞ്ഞുപോയി. ദുരന്തത്തിൽ 298 ജീവനുകളാണ് പൊലിഞ്ഞത്. ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം തകർന്നതോടെ ചൂരൽമലയിലെ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഹാളിലും മദ്രസ കെട്ടിടത്തിലുമാണ് പോളിംഗ് ബൂത്ത് ഒരുക്കിയത്. അമൃത ന്യൂസ്, വയനാട്. ഇടുക്കി പീരുമേട്ടിലെ തേയിലത്തോട്ട പ്രതിസന്ധി തുടങ്ങിയിട്ട് 1/4 നൂറ്റാണ്ട് പിന്നിടുന്നു. 2000 ഡിസംബർ 13-നാണ് പീരുമേട് ടീ കമ്പനി ഉപേക്ഷിച്ച് ഉടമകൾ പോയത്. കഴിഞ്ഞ 25 വർഷമായി ദുരിത ജീവിതം നയിക്കുകയാണ് ഇവിടുത്തെ തൊഴിലാളികൾ. 2000 ഡിസംബർ 13 പീരുമേട് തേയിലത്തോട്ടം തൊഴിലാളികൾക്ക് മറക്കാനാകാത്ത ദിവസമാണ്. പീരുമേട് താലൂക്കിലെ ഏറ്റവും വലിയ തേയിലത്തോട്ടമായിരുന്ന പീരുമേട് ടീ കമ്പനിയുടെ ചീന്തലാർ ലോണ്ടറി എസ്റ്റേറ്റുകൾ ഉടമകൾ ഉപേക്ഷിച്ചുപോയി. 3000-ഓളം തൊഴിലാളികളാണ് ഇവിടെ പണിയെടുത്തിരുന്നത്. തോട്ടം മേഖലയുടെ സുവർണ കാലഘട്ടത്തിനാണ് ഇതോടെ തിരശ്ശീല വീണത്. പിന്നീടുള്ള 2.5 പതിറ്റാണ്ടിനിടെ തൊഴിലാളികളുടെ ശമ്പളവും ആനുകൂല്യങ്ങളും ഇല്ലാതായി. ലയങ്ങൾ തകർന്നു വീണു. ചികിത്സ ലഭിക്കാതെ നിരവധി തൊഴിലാളികൾ മരണത്തിന് കീഴടങ്ങി. കുട്ടികളുടെ വിദ്യാഭ്യാസം പാതിവഴിയിൽ നിലച്ചു. തൊഴിലാളി സംഘടനകൾ വീതം വെച്ച് നൽകിയ തേയിലച്ചെടികളിൽ നിന്ന് കൊളുന്തുനുള്ളിയാണ് പലരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനിടെ തോട്ടത്തിലെ 2 ഫാക്ടറികളും ഉടമകൾ പൊളിച്ചുവിറ്റു. തൊഴിലാളികൾക്ക് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകാനെന്ന പേരിലാണ് ഫാക്ടറികൾ പൊളിച്ചത്. പക്ഷേ യാതൊരു നടപടിയും ഉണ്ടായില്ല. മാനേജ്മെൻറ്റ് 2000-ൽ മാനേജ്മെൻറ്റ് തോട്ടം ഉപേക്ഷിച്ചിട്ട് പോയതിനു ശേഷം ജനങ്ങൾ വളരെ പ്രതാപത്തോടുകൂടി നടന്നുകൊണ്ടിരുന്ന ഈ എസ്റ്റേറ്റ് പൂട്ടിന് ശേഷം വളരെയധികം ദാരിദ്ര്യവും സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ നേരിട്ടു. ഒരുപാട് പേര് ഈ പണി ചെയ്ത കൂലി പോലും മേടിക്കാതെ മരണപ്പെട്ടു പോയ അവസ്ഥയുണ്ട്. പീരുമേട് ടീ കമ്പനിക്ക് പിന്നാലെ 20ഓളം തോട്ടങ്ങൾ വിവിധ കാരണങ്ങളാൽ അടച്ചു. പിന്നീട് മറ്റു തോട്ടങ്ങൾ തുറന്നെങ്കിലും പീരുമേട് ടീ കമ്പനിയുടെ കാര്യത്തിൽ മാത്രം തീരുമാനമായില്ല. എന്നെങ്കിലും തോട്ടം തുറക്കുമെന്ന പ്രതീക്ഷയും ഇപ്പോൾ തൊഴിലാളികൾക്ക് നഷ്ടമായി കഴിഞ്ഞു. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. കോട്ടയം പാലാ തെക്കേക്കരയിൽ മദ്യലഹരിയിലുണ്ടായ വാക്കുതർക്കത്തിനെ തുടർന്ന് യുവാവ് കുത്തേറ്റ് മരിച്ചു. ആലപ്പുഴ കളർക്കോട് അറയ്ക്കക്കുഴിയിൽ വിപിനാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാളുടെ സുഹൃത്ത് ആലപ്പുഴ സ്വദേശി ബിനീഷ് എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാലാ മുരുക്കുംപുഴ ക്ഷേത്രത്തിന് മുന്നിലെ റോഡിൽ വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം. തെക്കേക്കരയിൽ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടെത്തിയതാണ് ഇരുവരും. വീടിന്റെ പാലുകാച്ചിലുമായി ബന്ധപ്പെട്ട സൽക്കാര ചടങ്ങ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഇരുവരും തമ്മിലുണ്ടായ വാക്കുതർക്കത്തിനിടെയാണ് സംഭവം. കുത്തേറ്റ് ഗുരുതര പരിക്കുകളോടെ പാലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച വിപിന്റെ മരണവിവരം അറിയാതെ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ബിനീഷ് പിടിയിലായത്. പാലാ പോലീസ് അന്വേഷണം ആരംഭിച്ചു. IFFKയുടെ 30ാം പതിപ്പിന് ഇന്ന് തലസ്ഥാനത്ത് തിരശ്ശീല ഉയരും. വൈകിട്ട് 6-ന് നിശാഗന്ധിയിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത്ത്, രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്കാണ് ഇന്ന് വൈകിട്ട് തിരിതെളിയുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? നമ്മൾ ഇനിയുള്ള ഒരാഴ്ച കാലമാണ് തിരുവനന്തപുരം ലോക സിനിമയുടെ ഒരു കാഴ്ചാ കേന്ദ്രമായി മാറുന്നത്. സംസ്ഥാനത്തെ 30ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്കാണ് ഇന്ന് വൈകിട്ട് 6 മണിക്ക് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിക്കുന്നതോടുകൂടി തുടക്കമാകുന്നത്. 82 രാജ്യങ്ങളിൽ നിന്നായി 206 ലോകോത്തര സിനിമകളാണ് പ്രദർശനത്തിനുള്ളത്. ആകെ 26 വ്യത്യസ്ത വിഭാഗങ്ങളിലായാണ് ഈ ചിത്രങ്ങളൊക്കെയും പ്രദർശിപ്പിക്കുന്നത്. പ്രധാനമായും നേരത്തെ പാലസ്തീൻ ജനതയുടെ ചരിത്രവും അതുപോലെ തന്നെ പ്രതിരോധവും ഒക്കെ പ്രമേയമാക്കിയുള്ള ആൻമേരിയ ജാസിർ സംവിധാനം ചെയ്തിട്ടുള്ള പാലസ്തീൻ 36 എന്ന ചിത്രമാണ് ഉദ്ഘാടന ചിത്രമായി തന്നെ പ്രദർശിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ത്യൻ സമാന്തര സിനിമകളുടെ പ്രമുഖനായ സയ്യിദ് മിർസയുടെ 3 ശ്രദ്ധേയമായ ചിത്രങ്ങളും മേളയുടെ പ്രധാന ആകർഷണം കൂടിയാണ്. ഇന്തോനേഷ്യൻ സിനിമയുടെ ആധുനിക മുഖം കൂടിയായിട്ടുള്ള ഗാരി നുഫ്രോഗോയുടെ 5 ചിത്രങ്ങൾ, അത് കണ്ടംപററി ഫിലിം മേക്കർ ഇൻ ഫോക്കസ് എന്ന വിഭാഗത്തിലാണ് പ്രദർശിപ്പിക്കുന്നത്. ഒപ്പം തന്നെ 57 സിനിമകൾ ഉൾപ്പെടെ ലോക സിനിമാ വിഭാഗമാണ് മേളയുടെ മറ്റൊരു പ്രധാന ആകർഷണമായിട്ടുള്ളത്. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മികച്ച ചിത്രങ്ങൾ, സുവർണ ചകോരം അതുപോലെ തന്നെ രജത ചകോരം തുടങ്ങിയ പുരസ്കാരങ്ങൾക്കായി മത്സര ഇനങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. വിഖ്യാത ഇറാനിയൻ സംവിധായകൻ കൂടിയായിട്ട് മുഹമ്മദ് റുസ്ലോഫാണ് മത്സര വിഭാഗത്തിന്റെ ജൂറി ചെയർമാനായി ഉള്ളത്. ഒപ്പം തന്നെ ആഫ്രിക്കൻ സിനിമയുടെ വക്താവും മൗറിത്താനിയൻ സംവിധായകൻ കൂടിയായിട്ടുള്ള അബ്ദുൾ റഹ്മാൻ സിസാക്കോയുടെ ചിത്രങ്ങളും പ്രദർശനത്തിലുണ്ട്. പ്രധാനമായും അദ്ദേഹത്തിന്റെ
അദ്ദേഹത്തിനാണ് ഇത്തവണ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം സമ്മാനിക്കുകയും ചെയ്യുന്നത്. ആഗോളവൽക്കരണം, പലായനം, സ്വത്വം തുടങ്ങി വിവിധ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇദ്ദേഹത്തിന്റെ 5 സിനിമകളാണ് ആ പ്രദർശനത്തിന്റെ ഇത്തവണത്തെ പ്രദർശനത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രദർശനത്തിന്റെ പ്രധാന കേന്ദ്രമായി മാറുന്നത്. ഒപ്പം തന്നെയാണ് ഈ തിരുവനന്തപുരം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഇനിയുള്ള 8 ദിവസങ്ങളിലായാണ് ഈ മേളകൾ നടക്കുന്നത്. മേളകൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരുന്നു. ഇന്നലെ തന്നെ മേളയുടെ പാസുകൾ അടക്കമുള്ളവയുടെ വിതരണങ്ങൾ പൂർത്തീകരിച്ചു. ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഉദ്ഘാടനത്തിലേക്ക് കടക്കുന്നതോടുകൂടിയാണ് ഇനിയുള്ള 8 ദിവസം തിരുവനന്തപുരം ലോക സിനിമയുടെ ഒരു കാഴ്ച ഉത്സവമായി തന്നെ മാറുന്നത്. ശരി, രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് വൈകിട്ട് നിശാഗന്ധിയിൽ തിരിതെളിയും. പിന്നീടുള്ള 8 ദിവസം ചലച്ചിത്ര മേളയുടെ തിരക്കിലായിരിക്കും സിനിമാ പ്രേമികളെല്ലാം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രജിത് കുമാർ. ഇനി ഓഹരി വിപണിയുടെ വിലയിരുത്തലാണ്. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുന്നുണ്ട്. ശ്രീ ദിലീപ്, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് വിപണിയിൽ എന്ത് പ്രതീക്ഷിക്കാം? ഇന്നും നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. US ഫെഡറൽ റിസർവ് അവിടെ പലിശ നിരക്കുകൾ കുറച്ചതിൻ്റെ ഒരു പ്രതികരണമായിരുന്നു വിപണിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇന്നലെ നല്ലൊരു നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ആഗോള വിപണികളിലെല്ലാം ആ ഒരു നേട്ടം തുടരുകയും ചെയ്തു. ഇന്നലെ US വിപണികളിൽ നേട്ടമായിരുന്നു. ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികളിൽ പലതിലും നേട്ടത്തിലാണ് വ്യാപാരം പുരോഗമിക്കുന്നതും. വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ ഇന്നലെ കണ്ടിരുന്നു. വരും ദിവസങ്ങളിലും അത് തുടരുമെന്ന് തന്നെയാണ് കരുതുന്നത്. പ്രത്യേകിച്ചും ഇന്ന് ആഴ്ചയിലെ അവസാന വ്യാപാര ദിനമായതുകൊണ്ട് അതിൻ്റെ ഒരു സ്വാധീനവും വിപണിയിലുണ്ടാവും. മുൻനിര സൂചികയായ നിഫ്റ്റിക്ക് ഇനി 26,000 എന്നുള്ള നിലവാരം തന്നെയാണ് ഇപ്പോൾ പ്രധാനം. ആ ഒരു നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ 26,300 ആയിരിക്കും അടുത്ത പ്രതിരോധ നിലവാരം. ആ ഒരു നിലവാരത്തിലേക്ക് നീങ്ങണമെങ്കിൽ 26,000 മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വിപണിയിൽ ഒരു ക്രമപ്പെടലിൻ്റെ ഒരു പാതയിലായിരുന്നു. 25,800 എന്ന നിലവാരത്തിൽ ശക്തമായ അടിത്തറയുണ്ട്. ആ നിലവാരത്തിൽ താഴേക്ക് നീങ്ങാതിരുന്നത് തന്നെ മുന്നോട്ട് നീങ്ങുമെന്നുള്ള പ്രതീക്ഷ നൽകുന്നതാണ്. എന്തായാലും വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കാം. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളിൽ തുടരുന്ന വിൽപ്പനയാണ് ഇപ്പോൾ ആകെ ഒരു വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിന് പ്രതിരോധമായി നിലനിൽക്കുന്നത്. ഇന്നലെയും അവർ വലിയൊരു വിൽപ്പന വിപണി നടത്തിയിരുന്നു. വരും ദിവസങ്ങളിലും അവരുടെ നിലപാടുകൾ നിർണായകമായിരിക്കും. ഇന്നെന്തായാലും നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ഓഹരി വിപണി ഇന്ന് നേട്ടത്തിലായിരിക്കും തുടങ്ങുക. ഓഹരി വിപണിയിലെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയായിരുന്നു ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ്. ത്രിരാഷ്ട്ര പര്യടനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിസംബർ 15 മുതൽ 18 വരെ ജോർദാൻ, എത്യോപ്യ, ഒമാൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്ത്യ ഒമാൻ സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ചുള്ള ചർച്ചകൾ പൂർത്തിയായിട്ടുണ്ട്. കേന്ദ്ര വാണിജ്യ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയലും പ്രധാനമന്ത്രിക്കൊപ്പം ഒമാനിലെത്തും. 2023 ഇത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും ചർച്ചകൾ ആരംഭിച്ചത്. പ്രധാനമന്ത്രിയായതിനു ശേഷം നരേന്ദ്രമോദിയുടെ 2ാമത്തെ ഒമാൻ സന്ദർശനമായിരിക്കും ഇത്. വെനസ്വേലയിൽ എണ്ണ ടാങ്കർ പിടിച്ചെടുത്തതിന് പിന്നാലെ 6 കപ്പലുകൾക്ക് കൂടി അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി. എണ്ണക്കപ്പലുകൾക്കാണ് ഉപരോധം ഏർപ്പെടുത്തിയത്. വെനസ്വേലയുടെ തീരത്ത് നിന്നാണ് അമേരിക്ക എണ്ണക്കപ്പൽ പിടിച്ചെടുത്തത്. വെനസ്വേലയ്ക്കെതിരായ സമ്മർദ്ദ നീക്കങ്ങൾക്കും കരീബിയൻ കടലിലെ ആക്രമണങ്ങൾക്കും തുടർച്ചയായാണ് നടപടി. പിടിച്ചെടുത്ത സ്കിപ്പർ എന്ന കപ്പലിൽ നിയമവിരുദ്ധമായി എണ്ണ കടത്തിയെന്നും അമേരിക്ക ആരോപിച്ചു. കൊച്ചി മുസിരിസ് ബിനാലെയുടെ 6ാം പതിപ്പ് ഇന്ന് മുതൽ ആരംഭിക്കും. വൈകിട്ട് 6 മണിക്ക് ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിനാലെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. മാർച്ച് 31 വരെ പ്രദർശനങ്ങൾ ഉണ്ടായിരിക്കും. നിഖിൽ ചോപ്രയും HH ആർട്ട് സ്പേസസും ചേർന്ന് ക്യൂറേറ്റ് ചെയ്യുന്ന രാജ്യാന്തര പ്രദർശനത്തിൽ 25-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 66 കലാകാരന്മാരാണ് പങ്കെടുക്കുന്നത്. 22 വേദികളിലായാണ് പ്രദർശനങ്ങൾ നടക്കുക. 2023 14 വേദികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രധാന വേദികൾക്ക് പുറമെ 7 സമാന്തര പ്രദർശന വേദികളും ഇത്തവണയുണ്ടാകും. ഇവയെല്ലാം സന്ദർശിക്കാൻ കുറഞ്ഞത് 3 ദിവസമെങ്കിലും വേണ്ടിവരുമെന്നാണ് കണക്കുകൂട്ടൽ. Well, the tagline is the title of this exhibition, which is for the time being. That for the time we are being this Biennale. It wants to dissipate differences and find commonalities. Well, a lot of our artists are from the African continent, the South American continent, and Southeast Asia, South Asia.
So, we have artists from Nigeria, from South Africa, from Ghana, an artist from a Congolese origin but lives in Norway. We have artists from Brazil, from Argentina. മുൻ പതിപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഫോർട്ട് കൊച്ചിയിലെ ആസ്പിൻവാൾ ഹൗസിന് പുറത്തും ബിനാലെ പ്രദർശനം നടക്കും. ഇന്ത്യയിലുടനീളമുള്ള 175-ലധികം സ്ഥാപനങ്ങളിൽ നിന്നായി വിദ്യാർത്ഥികളുടെ കലാപ്രദർശനങ്ങളും നടക്കും. മട്ടാഞ്ചേരിയിലെ BKL വെയർഹൌസിലാണ് സ്റ്റുഡൻസ് ബിനാലെ നടക്കുക. 7 ക്യൂറേറ്റർമാരുടെ കൂട്ടായ്മയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. നിരവധി പ്രകടന കലകൾ, സംവാദം, പ്രഭാഷണം, സംഗീത നിശകൾ തുടങ്ങിയവയും ബിനാലെയുടെ ഭാഗമായി ഉണ്ടാകും. അമൃത ന്യൂസ്, കൊച്ചി. ഇൻഡിഗോ പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ തുടരുന്നു. ഇൻഡിഗോ CEO പീറ്റർ എൽബേഴ്സിനെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഇന്നും വിളിച്ച് വരുത്തിയിട്ടുണ്ട്. DGCയുടെ സമിതി എൽബേഴ്സിൽ നിന്ന് വിവരങ്ങൾ തേടും. പ്രതിസന്ധിയുടെ കാരണം കണ്ടെത്താൻ വേണ്ടിയാണ് 4 പേരടങ്ങുന്ന സമിതിക്ക് വ്യോമയാന മന്ത്രാലയം രൂപം നൽകിയത്. അതേസമയം കഴിഞ്ഞ 6 മാസത്തിനിടെ പൈലറ്റുമാരുടെ നിയമനങ്ങളൊന്നും നടന്നിട്ടില്ലെന്ന് വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗുരുതര അലംഭാവം കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ. വിശദാംശങ്ങളുമായി KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ ഇൻഡിഗോയിൽ പ്രതിസന്ധി ഉണ്ടായത് ഈ ആഭ്യന്തര സർവീസുകൾക്കാണും അതുപോലെ തന്നെ വിദേശ സർവീസുകൾക്കൊന്നും സംഭവിച്ചില്ല എന്ന തരത്തിലൊക്കെ വിലയിരുത്തലുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗുരുതര അലംഭാവം കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് തന്നെയാണോ കേന്ദ്ര സർക്കാർ വിലയിരുത്തി മുന്നോട്ട് പോകുന്നത്? ആ രീതിയിലൊക്കെ ഏത് തരത്തിലുള്ള ഒരു നടപടിയിലേക്കായിരിക്കും ഇനി കാര്യങ്ങൾ പോവുക? ഇപ്പോൾ തന്നെ ഇൻഡിഗോക്കെതിരെ ചില നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ശൈത്യകാല സർവീസുകളിൽ 10% കുറവ് വരുത്തുകയും ആ സർവീസുകൾ മറ്റ് വിമാന കമ്പനികൾക്ക് നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സർവീസുകൾ നടത്തുന്ന കമ്പനികളിൽ ഒന്നുകൂടിയാണ് ഇൻഡിഗോ. ആ ഒരു പശ്ചാത്തലത്തിൽ ഇൻഡിഗോയുടെ സർവീസിലുണ്ടായ പ്രതിസന്ധി വലിയ തരത്തിലാണ് രാജ്യത്തെ ജനങ്ങളെ ബാധിച്ചത്. തുടക്കത്തിൽ തന്നെ ഇതിൽ ഇടപെടുന്നതിൽ വലിയ അലംഭാവം ഉണ്ടായി എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നത്. കേന്ദ്ര സർക്കാരിന് അലംഭാവം ഉണ്ടായെന്ന് ഡൽഹി ഹൈക്കോടതി വിലയിരുത്തിയെന്ന് നമ്മൾ കണ്ടതാണ്. അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് പോകട്ടെ എന്നൊരു നിലപാട് സ്വീകരിച്ചു എന്നൊക്കെ തന്നെ കോടതി വിമർശനം ഉന്നയിക്കുകയൊക്കെ ചെയ്തു. അതേസമയം കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കാര്യങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ മുന്നോട്ട് പോയി എന്ന് തന്നെയാണ് ഇൻഡിഗോ വ്യോമയാന മന്ത്രാലയത്തെ അറിയിച്ചത്. അതിനുള്ള നടപടികൾ തുടരുന്നു എന്ന് തന്നെ അവർ വ്യക്തമാക്കി. പക്ഷേ ഓരോ ദിവസവും കഴിയുമ്പോൾ ഗുരുതരമായ ഒരു സാഹചര്യം ഉണ്ടായി എന്ന് തന്നെയാണ് വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ആ സാഹചര്യങ്ങൾ മറികടക്കാനുള്ള ഒരു നടപടിയും പീറ്റർ എൽബേഴ്സ് അടങ്ങുന്ന ഇതിന്റെ ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുകൂടി വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 6 മാസമായി കമ്പനി, അതായത് നിലവിലുള്ള പുതിയ ചട്ടങ്ങളൊക്കെ തന്നെ രൂപീകരിക്കപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ജോലി സമയത്തിലടക്കം തന്നെ ക്രമീകരണം വന്നത്. അതോടുകൂടിയാണ് ഈ സർവീസുകൾ താളം തെറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷേ 6 മാസമായി ഇന്ത്യയിൽ പുതിയ ഒരു പൈലറ്റിനെ പോലും നിയമിക്കാൻ പുതിയ നിയമനങ്ങളൊന്നും നടന്നില്ല എന്നുള്ളതാണ് വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോ പരിശോധനകൾ നടത്തുന്നതിനോ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനോ കമ്പനിക്ക് കഴിഞ്ഞില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനവും ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഓരോ സമയത്തും ഇത് പരിഹരിക്കുന്നു എന്ന് പറയുന്ന ശേഷം പിന്നീടും സ്ഥിതിഗതികൾ അവതാളത്തിലാവുകയായിരുന്നു. പിന്നീട് ഒരു നിയന്ത്രണത്തിലായെന്ന് കമ്പനി അവകാശപ്പെട്ടപ്പോഴും ഇന്നലെ 100-ലധികം സർവീസുകൾ റദ്ദാക്കുന്നു. ഇന്നും എത്രത്തോളം സർവീസുകൾ പൂർണ്ണമായി നടത്താൻ കഴിയുമെന്ന കാര്യത്തിൽ ഇതുവരെ ഉറപ്പ് പറഞ്ഞിട്ടില്ല. അതേസമയം തന്നെ ഇൻഡിഗോയിൽ യാത്ര ചെയ്യുന്ന ആളുകൾ മറ്റു വിമാന കമ്പനികളെ ആശ്രയിച്ചു തുടങ്ങി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ചില സൗജന്യ സംവിധാനങ്ങളെല്ലാം തന്നെ ഇൻഡിഗോയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അങ്ങനെ 10,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ അടക്കം ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതായത് നിലവിൽ ഇവർക്ക് ഈ യാത്രാ തടസ്സം നേരിട്ട ആളുകൾക്ക് ആ പണം തിരികെ കിട്ടാൻ, അവർ ടിക്കറ്റ് ക്യാൻസലായ ആളുകൾക്ക് പണം തിരികെ കിട്ടാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതിന് പുറമെ ഇവർക്ക് 10,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ എന്ന നിലത്തിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. സ്വാഭാവികമായും അത് അങ്ങനെ നിലവിൽ നഷ്ടപ്പെട്ട ഉപഭോക്താക്കളെ നിലനിർത്താൻ കഴിയും എന്നാണ് ഇൻഡിഗോ ഈ ഘട്ടത്തിൽ വിലയിരുത്തപ്പെടുന്നത്. പക്ഷെ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയുണ്ട്. പക്ഷേ എങ്കിലും ഇന്ത്യയുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് 2200-ഓളം രാജ്യത്ത് നിന്ന് സർവീസുകൾ നടത്തുന്ന ഒരു കമ്പനിയാണ്. സ്വാഭാവികമായും എത്ര കണ്ട് ആൾക്കാർ വിട്ടുപോയാലും ആ കമ്പനിയെ ആശ്രയിക്കാതെ നിലവിൽ വിമാനയാത്ര നടത്തുന്നവർക്ക് മുന്നോട്ട്. പ്രശാന്ത്, അതാണ് ഈ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് അലംഭാവം ഉണ്ടായി എന്നുള്ളൊരു വിലയിരുത്തൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഒരു റിപ്പോർട്ട് വന്നിരുന്നു. ഈ ആഭ്യന്തര സർവീസിൽ ഇപ്പോൾ പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ ആഭ്യന്തര സർവീസിൽ പ്രതിസന്ധി വരുത്തിയത് കമ്പനി മനഃപൂർവ്വമാണ്. പക്ഷേ വിദേശ സർവീസുകളിൽ അത്തരത്തിലുള്ള ഒരു ഇടപെടലും ഉണ്ടായില്ല. അപ്പോൾ ആ ഒരു തരത്തിലുള്ള വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് പറയാൻ സാധിക്കുമോ? കാരണം കമ്പനി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ആഭ്യന്തര സർവീസുകളിൽ ഒരു പ്രതിസന്ധി തുടർന്നത് എന്നുള്ളത്.
അമ്പിളി ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ ഇത്രയധികം പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന് ഇൻഡിഗോ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു പക്ഷേ ഈ നിയമനങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പൊ പുതിയ വന്ന നിയന്ത്രണങ്ങൾ, ആ നിയന്ത്രണങ്ങളിൽ ഏതെങ്കിലും തരത്തിലൊരു വിട്ടുവീഴ്ച കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട ആവശ്യകത കമ്പനികൾ ഉന്നയിച്ചിരുന്നു. ഒരുപക്ഷെ അങ്ങനെ അതായത് ഈ ഒരു പ്രതിസന്ധി വരുമ്പോൾ സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടുകയും ഇളവുകൾ നൽകുകയും ചെയ്യുമെന്നൊക്കെ ആയിരുന്നു കമ്പനിയുടെ പ്രതീക്ഷ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുവേണ്ടി കാത്തിരുന്നു എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രാഥമിക വിലയിരുത്തൽ. അതുകൊണ്ടാണ് 4 അംഗ സമിതിക്ക് രൂപം നൽകിക്കൊണ്ട് ആ സമിതി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത്. ഇന്ന് ഈ വിവരങ്ങൾ ഇൻഡിഗോ പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ തുടരുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കെ പ്രശാന്ത്. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. സ്വാമിയേ ശബരിമലയിൽ വലിയ അളവിൽ അരവണ വാങ്ങുന്നത് നിയന്ത്രിക്കാൻ ആലോചന. നിലവിലെ അരവണ പ്ലാന്റിൽ ഒരു ദിവസം നിർമ്മിക്കുന്നതിനപ്പുറം വിൽപ്പന നടക്കുന്നതിനാൽ മുഴുവൻ ഭക്തർക്കും അരവണ നൽകാനാവില്ലെന്ന കണക്കുകൂട്ടലിലാണ് ദേവസ്വം ബോർഡ് നിയന്ത്രണത്തിന് ആലോചിക്കുന്നത്. ഒരു ഭക്തൻ തന്നെ ഒരേ സമയം 100 കണ്ടെയ്നറിന് മുകളിലേക്ക് അരവണ വാങ്ങുന്നത് നിയന്ത്രിക്കാനാണ് ആലോചന. നിലവിൽ 10 ദിവസത്തേക്കുള്ള അരവണയാണ് ദേവസ്വം ബോർഡിൽ സ്റ്റോക്കുള്ളത്. ശബരിമലയിൽ ഈ വർഷം 80 ലക്ഷത്തോളം കണ്ടെയ്നർ അരവണയാണ് വിറ്റുപോയത്. അതേസമയം ഇനി 10 ദിവസത്തേക്കുള്ള കണ്ടെയ്നറുകൾ മാത്രമാണ് ദേവസ്വം ബോർഡിൽ സ്റ്റോക്കുള്ളത്. ഒരു ദിവസം 2,80,000 കണ്ടെയ്നർ അരവണ നിർമ്മിക്കാൻ ശേഷിയുള്ള പ്ലാന്റാണ് ഇപ്പോൾ ശബരിമലയിലുള്ളത്. അതേസമയം 3 മുതൽ 4 ലക്ഷം വരെ കണ്ടെയ്നർ അരവണ ഓരോ ദിവസവും ശബരിമലയിൽ നിന്ന് വിറ്റുപോകുന്നുണ്ട്. ഒരു കണ്ടെയ്നർ അരവണയ്ക്ക് 100 രൂപയാണ് വില. ഒരു ഭക്തൻ തന്നെ 100-150 കണ്ടെയ്നർ അരവണ വാങ്ങിയാൽ വരും ദിവസങ്ങളിൽ അരവണ വിതരണത്തെ ബാധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് നിയന്ത്രണത്തിന് ആലോചന. ഈ സീസണിൽ തന്നെ ഒരു ദിവസം 4 ലക്ഷം കണ്ടെയ്നർ അരവണ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള പുതിയ പ്ലാന്റിനായി ദേവസ്വം ബോർഡ് ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. സാധ്യതാ പഠനം ഉൾപ്പെടെ പൂർത്തിയായെങ്കിലും പൊതുമരാമത്തിന്റെ ചരടിൽ കുടുങ്ങി ഇത് നടപ്പിലായില്ല. അരവണയുടെ നിർമ്മാണത്തിനാവശ്യമായ ഏലക്കയുടെയും ചുക്കിന്റെയും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഗുണനിലവാര പരിശോധന പരാജയപ്പെടുമ്പോൾ ദേവസ്വം ബോർഡിന് റീടെൻഡർ നൽകേണ്ട സാഹചര്യവുമുണ്ട്. നേരത്തെ കുറഞ്ഞ വിലയിലെ കരാർ മൂലം പഴയ ചുക്കാണ് ദേവസ്വം ബോർഡിന് ലഭിച്ചത്. ഇത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിരാകരിച്ചു. ഇപ്പോൾ പ്രതിസന്ധി കടുത്തതോടെ വലിയ വിലയ്ക്ക് ചുക്ക് റീടെൻഡർ ചെയ്ത് കാത്തിരിക്കുകയാണ് ദേവസ്വം വകുപ്പ്. പ്രതിദിനം ഇപ്പോൾ ഉള്ളതിനേക്കാൾ 1.5 ലക്ഷത്തിലധികം കണ്ടെയ്നർ അരവണയെങ്കിലും ഉണ്ടാക്കാൻ ആവശ്യമായ വലിയ പ്ലാന്റാണ് ആവശ്യം. ഈ സീസൺ അവസാനിക്കുമ്പോഴെങ്കിലും പുതിയ പ്ലാന്റ് നിർമ്മിക്കാനായില്ലെങ്കിൽ ഭാവിയിൽ അരവണയുടെ വിതരണവും പ്രതിസന്ധിയിലാകും. അമൃത ന്യൂസ്, സന്നിധാനം. ശബരിമല സന്നിധാനത്ത് ഭക്തജന പ്രവാഹം തിങ്കളാഴ്ച മുതൽ തുടർച്ചയായി എല്ലാ ദിവസവും 1 ലക്ഷത്തോളം ഭക്തർ ദർശനം നടത്തുന്നുണ്ട്. 92,041 ഭക്തർ ഇന്നലെ ദർശനം നടത്തി. തിരക്ക് വർദ്ധിക്കുന്ന മണിക്കൂറുകളിൽ മരക്കൂട്ടം മുതൽ തുടങ്ങുന്ന ക്യൂ നടപ്പന്തൽ വരെ നീളുന്നുണ്ട്. വിശദാംശങ്ങളുമായി സന്നിധാനത്ത് നിന്ന് കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, ഇനി 2 ദിവസം എന്ന് പറയുന്നത് അവധി ദിവസമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഭക്തരെത്താനുള്ള ഒരു സാധ്യതയല്ലേ ഉള്ളത്? അമ്പിളി, കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ആരംഭിച്ച ഭക്തജന പ്രവാഹം അത് നിലക്കാതെ തുടരുന്നു എന്നുള്ളൊരു കാഴ്ച തന്നെയാണ് ശബരിമല സന്നിധാനത്ത് നിന്നും കാണാൻ സാധിക്കുന്നത്. ദിവസവും 1 ലക്ഷത്തോളം ഭക്തരാണ് ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ മാത്രം 92,000-ഓളം ഭക്തർ ദർശനം നടത്തിയിരുന്നു. ഇന്ന് രാവിലത്തെ കണക്കുകൾ നോക്കുമ്പോൾ തന്നെ രാവിലെ 6 മണി മുതൽ 7 മണി വരെയുള്ള മണിക്കൂറുകൾക്കിടയിൽ 4,000-ത്തിലധികം ഭക്തരാണ് 18-ാം പടി ചവിട്ടി ദർശനം നടത്തിയിരിക്കുന്നത്. ഇന്നലെ പകൽ സമയത്ത് ചെറിയ തിരക്കിലൊരു കുറവുണ്ടായിരുന്നു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള മണിക്കൂറുകളിലെല്ലാം തന്നെ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ നീണ്ട ക്യൂ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ക്യൂ വർദ്ധിച്ച് മരക്കൂട്ടം വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തകൾ തന്നെയാണ്, അത്തരം വിവരങ്ങൾ തന്നെയാണ് ഏതായാലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ക്യൂവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും അത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പ്രധാനമായിട്ടും നിലക്കലിൽ ഭക്തരെ തടഞ്ഞുകൊണ്ട് പിന്നീട് തിരക്ക് കുറയുന്നതനുസരിച്ച് വിടാനുള്ള ഒരു ശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നിലക്കലിൽ തന്നെ ഈ തിരക്ക് നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. പിന്നീട് ഏതായാലും പമ്പയിൽ നിന്നും ഇത്തരത്തിൽ തിരക്ക് നിയന്ത്രിക്കാനായിട്ട് ഭക്തരെ ക്രമീകരിച്ച് തടഞ്ഞു നിർത്തുന്നുണ്ട്. അതിനുശേഷം മാത്രമാണ് ഏതായാലും തിരക്ക് കുറയുന്നതനുസരിച്ച് മാത്രമാണ് സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. ഇതേ സമയം തന്നെ
പരമ്പരാഗത കാനനപാതകൾ വഴി വരുന്ന ഭക്തർ, അത്തരം ഭക്തരുടെ എണ്ണവും വലിയൊരു വർധനവ് തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് പുൽമേട് വഴി വരുന്ന ഭക്തരുടെ എണ്ണത്തിൽ വലിയൊരു വർധനവുണ്ടായിട്ടുണ്ട്. പുൽമേടിൽ നിന്ന് എത്തുന്ന ഭക്തരെ നിരീക്ഷിക്കുന്നതിനും ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ തിരക്ക്, അവരുടെ കടന്നുവരവ് അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും ഏതായാലും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. കൂടാതെ തന്നെ വനം വകുപ്പും വലിയൊരു നിരീക്ഷണം തന്നെയാണ് ഏതായാലും പുല്ലുമേട് വഴി ഒരുക്കിയിരിക്കുന്നത്. ശബരിമല സന്നിധാനത്ത് ഭക്തജന പ്രവാഹം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ 90,000-ത്തിലധികം ഭക്തരാണ് സന്നിധാനത്തേക്ക് എത്തുന്നത്. സന്നിധാനത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കിരൺകുമാർ. രണ്ടാം T20യിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 51 റൺസിന്റെ തോൽവി. ജയിക്കാൻ 214 റൺസ് വേണ്ടിയിരുന്ന ഇന്ത്യ 162 റൺസിന് പുറത്തായി. 62 റൺസ് എടുത്ത തിലക് വർമ്മയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. ശുഭ്മാൻ ഗിൽ ആദ്യ പന്തിൽ തന്നെ പുറത്തായി. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ സന്ദർശകർ നിശ്ചിത 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 213 റൺസ് എടുത്തു. 46 പന്തിൽ 90 റൺസുമായി ഡീകോക്കിന്റെ ഉജ്ജ്വല ഇന്നിംഗ്സാണ് ദക്ഷിണാഫ്രിക്കയെ മികച്ച സ്കോറിലെത്തിച്ചത്. ഇതോടെ പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ മത്സരം ജയിച്ച് സമനിലയിലായി. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി ഗോ ടൂർ പരിപാടിയുടെ ഭാഗമായി നാളെ ഇന്ത്യയിലെത്തും. കൊൽക്കത്ത, ഹൈദരാബാദ്, മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഗോ ടൂറിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കൂടിക്കാഴ്ച നടത്തും. മെസ്സിയെ കൂടാതെ ഉറുഗ്വേ ഫുട്ബോൾ താരം ലൂയിസ് സുവാരസ്, അർജന്റീനിയൻ താരം റൊഡ്രിഗോ ഡിപോളും ഗോ ടൂറിന്റെ ഭാഗമായി ഇന്ത്യയിലെത്തുന്നുണ്ട്. മിയാമിയിൽ നിന്നാണ് മെസ്സി ഇന്ത്യയിലേക്ക് വരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ തത്സമയ വിവരങ്ങളുമായി അമൃത ന്യൂസും രാവിലെ 7 മണി മുതൽ അമൃത ടിവിയിലും അമൃത ന്യൂസ് യൂട്യൂബിലും കാണാം. 941 ഗ്രാമപഞ്ചായത്തുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ. നാടിന്റെ നല്ല നാളേക്കായി നാട്ടുകാർ ആർക്കൊപ്പം? 87 മുനിസിപ്പാലിറ്റികൾ, 6 കോർപ്പറേഷനുകൾ. ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറം ജനവിധി എന്ത്? നാടിന്റെ നന്മയ്ക്കായി നിങ്ങൾ തിരഞ്ഞെടുത്തവർ ആരൊക്കെ? വോട്ടെണ്ണലിന്റെ സമഗ്ര വിവരങ്ങൾ ശനിയാഴ്ച രാവിലെ 7 മണി മുതൽ അമൃത ടിവിയിലും അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിലും. ഇതോടെ ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം.